നമ്മളെല്ലാവരും ജീവിതത്തിൽ സ്വപ്നം കാണുന്നവരാണ്. ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാറ്. എന്നാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. സ്വപ്നങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പണച്ചെലവുള്ള സ്വപ്നങ്ങളായിരിക്കാം, പലതും ചെയ്യണമെന്നുള്ള സ്വപ്നങ്ങളായിരിക്കാം, പല വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള സ്വപ്നങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒറ്റ കാര്യം, ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നവരുടെ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. ജീവിക്കാൻ പാടുപെടുന്നവരായിരിക്കാം, വാടക വീട്ടിൽ താമസിക്കുന്നവരായിരിക്കാം, പല സാഹചര്യങ്ങളിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നത്. പക്ഷേ ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷകളുണ്ട്. ഈ പ്രതീക്ഷകളാണ് നമ്മൾ വെല്ലുവിളികളായി, ചാലഞ്ചുകളായി സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് പല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ചിന്തകൾ വീണ്ടും അധികരിച്ചു കൊണ്ടിരിക്കും. ഇത് നമ്മളെ വീട്ടിലുള്ളവരോടും മറ്റുള്ളവരോടും എല്ലാം പറയുമ്പോൾ അവരെല്ലാം പുച്ഛിച്ച് തള്ളും. കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്ത സമയം, കുട്ടികളുടെ പഠനത്തിന് പോലും ചിലവഴിക്കാൻ സമയമില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള സ്വപ്നം കാണുന്നു, പൊട്ടത്തരം പറയാതെ മനുഷ്യൻ എണീറ്റ് പോകും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഒരു ചാലഞ്ചായിട്ട്, വെല്ലുവിളിയായി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഈ നേടിയെടുക്കാനുള്ള കഴിവാണ് വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ നമുക്ക് പല സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പല സാഹചര്യങ്ങളിലെന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ലൈഫ് പാർട്ണറായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, നമ്മുടെ രക്ഷിതാക്കളായിരിക്കാം, നമ്മുടെ പല തരങ്ങളിലുള്ള ചുറ്റുപാടുകളിലുള്ള ആളുകളായിരിക്കും. ഇവരെല്ലാം എപ്പോഴും പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ നമ്മൾ ആ പിന്തിരിക്കലിൽ നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം. നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. എല്ലാം നേടിയെടുക്കാൻ കഴിയും. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളും എല്ലാ വ്യക്തികൾക്കും ദൈവം കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിലും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളെയും അപേക്ഷിച്ച് നമ്മൾ എന്തിലാണോ നമ്മുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്, അതിലാണ് നമുക്ക് നേടിയെടുക്കാനായിട്ടും നമുക്ക് വളരാനായിട്ടും കഴിയുന്നത്. അതല്ലാതെ നമുക്കൊരു മമ്മൂട്ടിയാകണമെങ്കിൽ നമുക്ക് മമ്മൂട്ടിയാകാം, മോഹൻലാൽ ആവണമെങ്കിൽ മോഹൻലാലാവാം, ചിത്രയാവണമെങ്കിൽ KS ചിത്രയാവാം. നമുക്ക് ശബ്ദമാധുര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടായിരിക്കാം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം നമ്മൾ വളരുന്നത്. പക്ഷെ ഒരുപക്ഷെ അവരുടെ ശരീരം കൊണ്ട് നമുക്ക് അവരുടെ കൂടെ എത്താൻ കഴിയില്ലെങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് ദൈവം നമുക്ക് ഒന്നും നൽകിയിട്ടില്ല എന്ന് നമ്മൾ കരുതരുത്. ഈ പ്രതീക്ഷകളോട് കൂടി ജീവിക്കാനുള്ള ഒരുപാട് ത്വരയുണ്ട്. ഇത് നമുക്ക് കണ്ടെത്തിത്തരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ചുറ്റുപാടിലുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ നല്ലൊരു മെൻറ്ററെയോ കണ്ടെത്തി നിങ്ങൾക്ക് ഇരുന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടോ നിങ്ങൾക്ക് ജീവിതശൈലി ഉയർത്താനായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. അതിനുവേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞങ്ങളുടെ സർവീസുകൾ ലഭ്യമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.